CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. നമസ്കാരം. CCTV ഷോർട്ട് ന്യൂസിലേക്ക് സ്വാഗതം. പിണറായി സർക്കാരിന്റെ ഭരണത്തിന് അന്ത്യം കുറിച്ച് കേരളത്തിൽ UDFന്റെ വമ്പിച്ച പടയോട്ടം. ഭരണത്തുടർച്ചയുടെ അഹങ്കാരത്തിനും ജനവിരുദ്ധ നയങ്ങൾക്കും ജനം നൽകിയ പ്രഹരമായി വോട്ടെണ്ണൽ ഫലങ്ങൾ മാറുന്നു. CPMന്റെ ഉരുക്കുകോട്ടകൾ ഒന്നൊന്നായി നിലംപൊത്തുന്ന കാഴ്ചയാണ് സംസ്ഥാനത്തുടനീളം ദൃശ്യമാകുന്നത്. അപ്രതീക്ഷിതമായി വീശിയടിച്ച UDF തരംഗത്തിൽ LDF സംവിധാനങ്ങൾ പാടെ തകർന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് ആഞ്ഞുവീശിയ UDF തരംഗത്തിലും കുന്നംകുളം നിലനിർത്തി LDF. ഭൂരിപക്ഷം കുത്തനെ ഇടിഞ്ഞെങ്കിലും LDFനായി മത്സരിച്ച AC മൊയ്തീൻ ഹാട്രിക് വിജയത്തോടെ 4563 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് UDFന്റെ PT അജയ് മോഹനെ പരാജയപ്പെടുത്തിയത്. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ UDF തരംഗത്തിനിടയിലും മണലൂർ നിയോജക മണ്ഡലത്തിൽ UDFന്റെ TN പ്രതാപന് തോൽവി. ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിനൊടുവിൽ LDF സ്ഥാനാർത്ഥി CPMന്റെ C രവീന്ദ്രനാഥ് 122 വോട്ടുകളുടെ നേരിയ ഭൂരിപക്ഷത്തിൽ ജയിച്ചുകയറി. ശക്തമായ മത്സരത്തിനൊടുവിൽ 1998 വോട്ടുകൾക്ക് ഗുരുവായൂർ നിയോജക മണ്ഡലം LDF നിലനിർത്തി. സിറ്റിംഗ് MLA കൂടിയായ CPMലെ NK അക്ബർ UDFലെ CH റഷീദുമായി ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിനൊടുവിലാണ് വിജയിച്ചത്. വോട്ടെണ്ണൽ തുടങ്ങി പല ഘട്ടങ്ങളിലും ലീഡ് നില മാറിമറിഞ്ഞു വന്നു. അവസാന റൗണ്ടിലാണ് LDF വിജയിച്ചത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പട്ടാമ്പിയിൽ ഹാട്രിക് വിജയം നേടി LDF സ്ഥാനാർത്ഥി മുഹമ്മദ് മുഹസിൻ. കഴിഞ്ഞ വർഷത്തേക്കാൾ ഭൂരിപക്ഷം കുറഞ്ഞെങ്കിലും മുഹസിൻ വിജയം ആവർത്തിക്കുകയായിരുന്നു. പട്ടാമ്പിക്കാർക്ക് നൽകിയ സ്നേഹം അവർ തിരിച്ചു നൽകിയെന്നായിരുന്നു മുഹമ്മദ് മുഹസിന്റെ ആദ്യ പ്രതികരണം. തീപാറും പോരാട്ടത്തിനൊടുവിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ടെണ്ണൽ പൂർത്തിയായപ്പോൾ തൃത്താല നിയോജക മണ്ഡലത്തിൽ UDF സ്ഥാനാർത്ഥി VT ബൽറാമിന് മിന്നും വിജയം. 8385 വോട്ടുകൾക്കാണ് ബൽറാം മണ്ഡലം തിരിച്ചുപിടിച്ചത്. പെരുമ്പിലാവ് അക്കിക്കാവ് കടങ്ങോട് പാതയിലെ പുത്തംകുളം സെന്ററിൽ കാറപകടം. തിങ്കളാഴ്ച പുലർച്ചെ 12:45 നിയന്ത്രണം വിട്ട കാർ പുത്തംകുളത്തെ ഇടറോഡിലേക്ക് ഇടിച്ചു കയറുകയും സമീപത്തെ 2 കടമുറികളുടെ ഷട്ടർ ഇടിച്ചു തകർക്കുകയും ചെയ്തത്. കാർ ഡ്രൈവർ ചങ്ങരംകുളം സ്വദേശി അത്ഭുതകരമായി രക്ഷപ്പെട്ടു. കുന്നംകുളം ബാസ്കറ്റ്ബോൾ ഫ്രണ്ട്സ് YMCA TT പൈലോണി മെമ്മോറിയൽ ബാസ്കറ്റ്ബോൾ കോർട്ടിൽ 1 മാസത്തോളമായി നടത്തിവന്ന 25ാമത് ഉക്രു മാസ്റ്റർ ഫൗണ്ടേഷൻ സമ്മർ ബാസ്കറ്റ്ബോൾ കോച്ചിംഗ് ക്യാമ്പ് ആവേശകരമായി സമാപിച്ചു. CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. ഇതോടെ ഷോർട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, ഫേസ്ബുക്ക് പേജ്, യൂട്യൂബ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctv online.tv സന്ദർശിക്കുക. നമസ്കാരം.